ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗച യജ്ഞത്തിന്റെ 350 ഭാഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത ശിവപ്രസാദ്, കാസർഗോഡാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതുമൊക്കെ ശ്രീ ജയകൃഷ്ണൻ ഇടുക്കി നിന്നാണ്. അപ്പൊ ജയകൃഷ്ണൻ 3 പ്രാവശ്യം ഓങ്കാരവും 3 പ്രാവശ്യം ഭഗവാന്റെ ഗായത്രിയും പറഞ്ഞിട്ട് വായിക്കുക. ഒരു 10 മിനിറ്റിനകം വായിച്ചിട്ട് ഒരു 15 മിനിറ്റ് അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ. സായിരാം. വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. സായിരാം. ഓഡിബിൾ ആണോ? സാരം ഓഡിബിൾ ആണോ? കേൾക്കാം. ഓം ശ്രീ സായിരാം. എല്ലാമെല്ലാമായ പ്രഭു പരമേശ്വരന്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട്, നമ്മളെ ശ്രവിക്കുന്ന ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട്, ഈ ഓൺലൈൻ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും സായിരാം അർപ്പിച്ചുകൊണ്ട് എല്ലാവരുടെ പാദങ്ങളിൽ നമിക്കുന്നു. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ വാണി അല്ലെങ്കിൽ ഭഗവാന്റെ സത്സംഗം അല്ലെങ്കിൽ ഭഗവാന്റെ ഡിവൈൻ ഡിസ്കോഴ്സസ് എന്തെങ്കിലും വായിക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. പല കാര്യങ്ങളും പരതി നോക്കി, മറിച്ച് നോക്കി, മനസ്സിലേക്ക് എപ്പോഴും വരുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് ഭഗവാന്റെ വാണിയായിട്ട് ഈ ഒരു സത്സംഗത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഭഗവാൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പ്രാർത്ഥന ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഒരേപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് അനുഭവമുള്ള ഭഗവാന്റെ കൈപ്പടയിൽ എഴുതിയ, നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും പല ബുക്സിലും, ആ ഒരു പ്രാർത്ഥന ആണ് ഇന്നിവിടെ ഭഗവാൻ വാണിയായിട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓ പ്രഭു, എൻ സ്നേഹം സ്വീകരിച്ച് അങ്ങയോടുള്ള പൂർണ്ണ ഭക്തിയായി ഒഴുകാൻ അനുവദിക്കണമേ. ഓ പ്രഭു, എൻ കൈകളെ സ്വീകരിച്ച് അവ നിരന്തരം അങ്ങേയ്ക്കായി പ്രവർത്തിക്കാൻ അനുവദിക്കണമേ. ഓ പ്രഭു, എൻ ആത്മാവിനെ സ്വീകരിച്ച് അത് അങ്ങയോട് ഒന്നായി അലിയിക്കാൻ അനുവദിക്കണമേ. ഓ പ്രഭു, എൻ മനസ്സിനെയും ചിന്തകളെയും സ്വീകരിച്ച് അവ അങ്ങയോട് ചേരാൻ അനുവദിക്കണമേ. ഓ പ്രഭു, എൻ സർവസ്വവും സ്വീകരിച്ച് അങ്ങേയ്ക്കായി പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണമായി എന്നെ മാറ്റണമേ. ഭഗവാന്റെ
ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഞാൻ കൊടുത്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓ ലോഡ് എന്ന് തുടങ്ങുന്ന ഭഗവാൻ സ്വന്തം കൈപ്പിടലിൽ എഴുതിയ ആ ഒരു യൂണിവേഴ്സൽ പ്രെയർ അല്ലെങ്കിൽ പ്രാർത്ഥന നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. എന്തുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന തന്നെ ഞാൻ ഇന്ന് തിരഞ്ഞെടുക്കാൻ കാരണം, നമുക്കറിയാം പല ആളുകളും പല രീതിയിലാണ് ഭഗവാനെ കാണുന്നത്, അല്ലെങ്കിൽ പല രീതിയിലാണ് ഭഗവാനിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം സ്വാമി പറയുന്നു, ഏറ്റവും മികച്ചതും ഏറ്റവും ശീഘ്രമേറിയതും അല്ലെങ്കിൽ ഏറ്റവും വേഗതയേറിയതുമായിട്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ഭഗവാനെ കിട്ടാനുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണെന്ന് സ്വാമി പറയുന്നുണ്ട്. ആ ഒരു അൺകണ്ടീഷണൽ ലവ് എപ്പോഴാണ് ഭഗവാനിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് വരുന്നത്, നമ്മൾ ഭഗവാനിലേക്ക് കൊടുക്കുന്നത്, അന്നേരം സ്വാമി വിളി കേൾക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഭഗവാനിൽ ഉണ്ടാവണം, ഭഗവാനിൽ എപ്പോഴും നൽകണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഭഗവാന്റെ വാണി ആയി ഞാൻ ഇതിനെ കണ്ടുകൊണ്ട് ഇന്ന് ഈ അന്തർശൗച യജ്ഞത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ സ്വന്തം അനുഭവങ്ങളിലേക്ക് ഞാൻ കിടക്കുകയാണ്. എനിക്ക് വായനാശീലവും അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്നുള്ള കാര്യം എനിക്ക് വളരെ കുറവായതുകൊണ്ടാവാം ഭഗവാന്റെ വാണി വായിച്ച് അല്ലെങ്കിൽ അത് ഒരു ട്രാൻസ്ലേറ്റർ എന്ന രീതിയിലേക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എനിക്കതിനെ ഒരു കൺക്ലൂഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ചിലപ്പോൾ അതുകൊണ്ടാവാം. കാരണം എൻ്റെ വായന വളരെ കുറവായതുകൊണ്ടാണ്. എന്നിരുന്നാലും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പ്രാർത്ഥന കൂടിയാണ് ഭഗവാന്റെ വാണിയായിട്ട് എനിക്ക് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചത്. എൻ്റെ സ്വന്തം അനുഭവങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എനിക്ക് അത്തരത്തിൽ യാതൊരു അനുഭവവും അല്ലെങ്കിൽ എന്താണ് വളരെ കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ്. അപ്പം ഞാൻ എന്നെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകാം. എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ഞാൻ ഇടുക്കി ജില്ല. സൈരം, ജയകൃഷ്ണൻ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണം. അതായത് അവിടെ ഒരു ഭാരവാഹിയൊക്കെ ആണല്ലോ, അതൊക്കെ ഒന്ന് പറയണം. എന്നിട്ട് കുറച്ചു നേരം വീഡിയോ ഓഫ് ചെയ്തിട്ട് നെറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് പറയാം. പക്ഷെ കുറച്ചു നേരം ഒന്ന് ഓൺ ചെയ്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണം. സൈറാം. നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാഞ്ഞത്. ഞാനൊന്ന് വീഡിയോ ഓൺ ചെയ്യാം. ക്ലിയർ ആണോ അല്ല ബ്ലർ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ടൊന്ന് പറയാം. സൈറാം. ക്ലിയർ ആണോ അതോ നിങ്ങൾ തടസ്സമുണ്ടോ? സൈറാം, ഇനി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യണം, എന്നിട്ട് അനുഭവം പറഞ്ഞോളൂ. ഓക്കെ. എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലാ സത്യസായി സേവാ സംഘടന യുവജന വിഭാഗം ജില്ലാ കോർഡിനേറ്ററാണ് ആയിട്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇടുക്കി ജില്ലയുടെ യൂത്ത് കോർഡിനേറ്ററാണ്. അത്രയധികം കാലം യൂത്ത് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഭഗവത് കൃപയാൽ സാധിച്ചു. അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെ കാണുകയാണ്. ഞാൻ പറഞ്ഞു വന്ന പോലെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാൻ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും തന്നെ ഒരുപാട് നൽകിയിട്ടില്ല. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്.
അവരുടെയൊക്കെ ഭക്തിയുടെയും അനുഭവങ്ങളുടെയും ഒരു ഒരു 1% പോലും അർഹതയില്ലാത്ത, അല്ലെങ്കിൽ അതിന് അത്രയും എത്താത്ത ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ എന്നെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ഞാനൊരു എത്തിസ്റ്റാണ്, ഞാനൊരു ആയിരുന്നു, ഇപ്പോഴും കുറെയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഭഗവാൻ പറയുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ഫിലിപ്പൻ പ്രസാദൻ സാറിനെ പോലെയൊക്കെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ഒരു സ്വാമി എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് എന്നെ ഞാൻ എപ്പോഴും കാണുന്ന ആളാണ്. കാരണം എനിക്കുണ്ടായ ട്രാൻസ്ഫോർമേഷൻ അത്രയധികം ഉണ്ട്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പലരും കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ അത് ആവർത്തന വിരസത ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. ആരും കേട്ടിട്ടില്ല, ദേവസ്വം പറഞ്ഞോളൂ. സൈറാം. കാരണം ആ ട്രാൻസ്ഫോർമേഷൻ ഇസ് എ ഗ്രേറ്റ് തിങ്. സൈറാം, അതാണ് നമുക്കൊന്നും ഇല്ലാത്തത്. ഓക്കെ, താങ്ക് യു. സോ അപ്പൊ ആ ട്രാൻസ്ഫോർമേഷന് വിധേയനായത് കൊണ്ടാവാം ഭഗവാൻ ഇത്രയും കാലം എന്നെ പിടിച്ച് ഒരു പൊസിഷനിൽ ഇരുത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലോങ് സെർവിങ് ആയിട്ടുള്ള ഒരു യൂത്ത് കോർഡിനേറ്റർ ആണ് ഞാൻ. എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ യൂത്ത് കോർഡിനേറ്റർ ആയതാണ്. അപ്പോൾ വയസ്സ് 34 അപ്പൊ അത്രയും ലോങ് സെർവിങ് ആയിട്ട് ഉള്ള ഒരു യൂത്ത് കോർഡിനേറ്റർ ആയിട്ട് ഭഗവാൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു എത്തിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഒന്ന് ഞാൻ പറയാം. അപ്പം ഭഗവാനിലേക്ക് വരുന്നത് 9ാമത്തെ വയസ്സിലാണ് ഞാൻ ഭഗവാനിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ ചെറുപ്പത്തിലുള്ള എൻ്റെ കുട്ടിത്തത്തിലുണ്ടായ വളരെ വലിയ വളരെ അക്രമ സ്വഭാവവും അല്ലെങ്കിൽ വളരെ ശാഠ്യമുള്ളതുമായിട്ടുള്ള ഒരു കുട്ടിയായ എന്നെ എന്തെങ്കിലും ഒന്ന് നന്നാക്കി എടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ച് എൻ്റെ അച്ഛനാണ് എന്നെ ബാലവികാസിൽ കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ ബാലവികാസ് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു ഗിഞ്ചറയിലാണ് എൻ്റെ ശ്രദ്ധ പോയത്. അപ്പം ഈ ഗിഞ്ചറ കൊട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ബാലവികാസിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഭഗവാനോ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയില്ല. അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ജേർണിയാണിത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസുകൾ വളരെ കുറവാണ്. പക്ഷെ എൻ്റെ ചുറ്റുമുള്ളവർക്കും ഭഗവാൻ ഒരുപാട് എക്സ്പീരിയൻസ് കൊടുത്ത്, അല്ലെങ്കിൽ എന്നെ അതിന് സാക്ഷിയാക്കിയിട്ടാണ് ഭഗവാൻ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നത്. എനിക്കൊരു ബ്രദറുണ്ട്. അപ്പം അവന് ഏകദേശം 4-5 വയസ്സുള്ള സമയത്ത് ഇദ്ദേഹത്തെ കുളിപ്പിക്കാനായിട്ട് എൻ്റെ അമ്മ ബാത്റൂമിലേക്ക് പോവുകയാണ്. അപ്പം ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അമ്മ എന്തോ എടുക്കാനായിട്ട് മാറിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും കാണുന്നത് എൻ്റെ അനിയൻ ഈ ചൂടുവെള്ളം എടുത്ത് മേത്തേക്ക് ഒഴിക്കുന്നതാണ് കാണുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അമ്മ ഇങ്ങനെ എൻ്റെ സ്വാമി എന്നുള്ളൊരു വിളിയാണ് അമ്മ ആദ്യമേ കൊടുത്തു. അപ്പം ഞങ്ങൾ ഡിവോട്ടീസ് ഒന്നും അല്ല ആ സമയത്ത്. എനിക്ക് അന്നേരം 6-7 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് വന്ന് നോക്കിയപ്പം ഇദ്ദേഹത്തിന്റെ ദേഹത്ത് പൊള്ളലൊന്നുമില്ല, നല്ല ചൂടുവെള്ളമായിരുന്നു, വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, പച്ചവെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം ദേഹത്ത് നോക്കിയപ്പോൾ പൊള്ളലുകളൊന്നും തന്നെ ഇല്ല. അപ്പം എൻ്റെ അനിയൻ പറയുന്നുണ്ട്, വളരെ കുട്ടിയാണ്, ഒരു രാജാവ് വന്നിട്ട് എന്നെ പുതപ്പിച്ചു, അതുകൊണ്ട് എൻ്റെ മേത്ത് വെള്ളം വീണില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വളരെ കുഞ്ഞായതുകൊണ്ട് ഈ പറയുന്നത് നമുക്ക് എന്താണെന്നോ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ദേഹത്ത് പൊള്ളലൊന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഇദ്ദേഹം വെള്ളം എന്തോ പച്ചവെള്ളം ഒഴിച്ച് ചൂടുവെള്ളത്തെ ഒന്ന് ലയിപ്പിച്ചു, അല്ല എന്നിട്ടായിരിക്കും ഒഴിച്ചതെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു 6-7 മാസം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് കാഞ്ചിയാർ സമിതിയിൽ ചെല്ലുമ്പോൾ എൻ്റെ അനിയനും ഉണ്ട് കൂടെ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് ഭഗവാന്റെ ഫോട്ടോ കാണുകയാണ്. അപ്പോൾ ഈ ഫോട്ടോ നോക്കിക്കൊണ്ട് എൻ്റെ അനിയൻ പറയുകയാണ്, അതാ അമ്മ എന്നെ വന്ന് അന്ന് പുതപ്പിച്ച രാജാവ് അവിടെ ഇരിക്കുന്നു എന്ന് പറയും. അപ്പം സാക്ഷാൽ സ്വാമി തന്നെ. അപ്പൊ ഇവൻ കാണുന്ന കാര്യം, ഇവൻ പറഞ്ഞ കാര്യം, കിരീടമൊക്കെ വെച്ച് ഒരാൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പം സിദ്ധിസ്വാമിയുടെ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഈ 2 ഫോട്ടോ ചൂണ്ടി കാണിച്ചിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു കാര്യം ഞങ്ങളോട് പറയുന്നത്. അപ്പം എൻ്റെ ലൈഫിലുണ്ടായ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അതായിരുന്നു. ഞാൻ വളരെ കുട്ടിയായിരുന്നു, 9ാമത്തെ വയസ്സിൽ ഭഗവാനിലേക്ക് വന്നു. അങ്ങനെ ഗ്രാജുവലി ബാലവികാസ് സ്റ്റുഡൻ്റായി. അതിനുശേഷം
ബാലവികാസ് ഗുരുവായി, അങ്ങനെ പല മേഖലകളിലും ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ എക്സ്പീരിയൻസ് വളരെ കുറവായതുകൊണ്ടും ഭഗവാന്റെ ഒരു തിരുശരീരം വെടിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ട്രാൻസ്ഫർമേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഈ ട്രാൻസ്ഫർമേഷന് വിധേയനാകാൻ കാരണം ഭഗവാൻ തന്നെയാണ്. കാരണം ഒരു ഗിഞ്ചറയിൽ തുടങ്ങി അതാണ് എൻ്റെ ലൈഫ് ഭഗവാനിൽ. അപ്പോൾ അവിടുന്ന് നമ്മൾ ബാലവികാസിൽ വന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം എനിക്ക് ഈ ഒരു കാലഘട്ടത്തിലാണ് മനസ്സിലാകുന്നത്. കാരണം ഞാൻ എൻ്റെ 10ാം ക്ലാസ്, +2, +1 സമയത്ത് ഞാൻ 5:15 ഞാൻ സ്കൂൾ വിട്ട് വരുന്നത്. 5:30 ഭജന തുടങ്ങും. അപ്പം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് 5:29 ആകുമ്പോൾ ഭഗവാൻ പുട്ടപ്പുറത്തിൽ നിന്ന് ഇറങ്ങും, 5:30 ആകുമ്പോൾ സ്വാമിതി ഹാളിൽ വരും എന്നാണ് എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയാണ് എനിക്ക് ഇപ്പോഴും, സ്റ്റിൽ നോ എനിക്ക് ഇപ്പോഴും ആ ഒരു ചിന്തയാണ്. കാരണം 5:29 ഭഗവാൻ പുട്ടപ്പുറത്തിൽ നിന്ന് ഇറങ്ങും, 5:30 ഭഗവാൻ നമ്മുടെ സമിതി ഹാളിൽ വന്നിരിക്കുന്നതാണ് ഇപ്പോഴും എൻ്റെ ചിന്ത. അത് തന്നെയാണ്. അപ്പൊ ഞാൻ എൻ്റെ 10 അല്ലെങ്കിൽ 5:15 വീട്ടിലെത്തിയതിനു ശേഷം വളരെ ഓടി, ഞാൻ 10-15 മിനിറ്റ് കൊണ്ട് 2 കിലോമീറ്റർ ഒക്കെ ഓടി ഞാൻ സമിതി ഹാളിൽ എത്തുമായിരുന്നു വ്യാഴാഴ്ചകളിൽ. അപ്പം അത്രത്തോളം സ്വാമിയിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് ഡെഡിക്കേഷൻ കൊടുത്ത് പല കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫർമേഷന് വിധേയനാകാൻ കാരണം ബാലവികാസാണ്. ബാലവികാസിലുണ്ടായ ആ ഒരു പ്രിൻസിപ്പിൾസ്, ബേസിക് പ്രിൻസിപ്പിൾ, അടിസ്ഥാനം, ഒരു ബിൽഡിങ്ങിന്റെ അടിസ്ഥാനം ബേസിക് ആണെന്ന് നമുക്കറിയാലോ, അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ എന്നിൽ ബാലവികാസിലൂടെ ഉറപ്പിച്ച് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നെ കൂടുതൽ വിധേയനാക്കി എന്നുള്ളതാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ പറയാനായിട്ടുള്ളത്. ഈവൻ ഇപ്പൊ പോലും പല സന്ദർഭങ്ങളിൽ, ഞാൻ മാരീഡാണ്, ഒരു മോനുണ്ട്. അപ്പം ഞാൻ അലുവിലാണ് ഇപ്പൊ സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ മോന് പാല് പോലും വാങ്ങിച്ചു കൊടുക്കാതെ ഞാൻ സമിതി ഹാളിലേക്ക് ഓടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഭാര്യ വളരെ ശോഭിതയായി ചോദിച്ചു, ഇത്ര അത്യാവശ്യം എന്താണ് പോയിട്ട് എന്നാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ 5:30 അല്ലെങ്കിൽ 6:30 മണിയാവുമ്പോൾ ഭഗവാൻ അവിടെ സീറ്റിംഗ് പൊസിഷനിൽ അവിടെ ഇരിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് ആ കുട്ടിയായിരുന്ന സമയത്ത് നമുക്ക് തന്ന ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾസിന്റെ കാര്യം കൊണ്ട് നടന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ട്രാൻസ്ഫോർമേഷൻ വിധേയനായി എന്ന് പല പ്രാവശ്യം ഞാനിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെ വിധേയനായി? ഞാനൊരു സ്പിരിച്വൽ വ്യക്തിയല്ല. ഒരിക്കലും ഞാനിങ്ങനെ അമ്പലങ്ങളിൽ പോകാനോ അല്ലെങ്കിൽ സാധന ചെയ്യാനോ ഒന്നും ശ്രമിക്കാത്ത ആളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ആളാണ്. ബട്ട് ഭഗവാന്റെ കാര്യം, സർവീസ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് വന്നപ്പോൾ ആ സർവീസും അല്ലെങ്കിൽ സർവീസും ഒരു സാധന തന്നെയാണ് എന്ന് സ്വാമി നമ്മളെ പഠിപ്പിക്കുന്നു. പല ടീച്ചിങ്സ് സ്വാമി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതലും സർവീസിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതും ഒരു സാധനയാണ് എന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സാധനയിലൂടെയാണ് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പൊ റീസെന്റ് ഞങ്ങൾ വളരെ കുറവുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഇടുക്കി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 100 ഭജൻ, 100 നാരായണ സേവ, 100 ഭക്ഷണപ്പൊതികൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു റീസെന്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു കാര്യം. വെറും 10-12 യൂത്ത് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റില് 100 നാരായണ സേവ ചെയ്യുക അല്ലെങ്കിൽ 100 ഫുഡ് കിറ്റ്സ് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. യൂത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് 108 ആളുകൾക്ക് ഫുഡ് കിറ്റ് കൊടുക്കാൻ സാധിച്ചു, ഇത്രയും യൂത്തുകൾ ചേർന്നിട്ട്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതൊന്നുമല്ല, അത് ഭഗവാന്റെ ഒരു പ്രസൻസ് ഉണ്ടായ ഒരു, അല്ലെങ്കിൽ ഭഗവാന്റെ സപ്പോർട്ട് ഉണ്ടായ, എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഞാനുണ്ടടാ. ഞാനെപ്പോഴും അങ്ങനെയാണ് കരുതുന്നത്. ആസ് എ ഫ്രണ്ട്, നീ പേടിക്കണ്ട, ഞാനുണ്ട്, നീ ചെയ്തോ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് എപ്പോഴും ഭഗവാൻ തരാറ്. കാരണം അത്രയും ഒരു കോൺഫിഡൻസ് എപ്പോഴും നമുക്ക് തരാറുണ്ട്. ഈവൻ നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിൽ പോലും ആ ഒരു കോൺഫിഡൻസ് ലെവൽ സ്വാമി എപ്പോഴും തരാറുണ്ട്. അപ്പം ഇറങ്ങിയ ഒരു കാര്യത്തിനും നമുക്ക് പിന്നോട്ട് വയ്ക്കേണ്ട കാര്യം വന്നിട്ടില്ല. ലാസ്റ്റ് സൺഡേ ആയിരുന്നു ട്രൈബൽ മെഡിക്കൽ ക്യാമ്പ്. അപ്പൊ ട്രൈബൽ മെഡിക്കൽ ക്യാമ്പ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പോലും എനിക്ക്, അതും യൂത്തിന്റെ നേതൃത്വത്തിൽ നടന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ലാസ്റ്റ് സൺഡേ നടന്ന ഒരു ഇൻസിഡന്റ് കൂടെ പറയാം. അതായത്
ട്രൈബൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു. ആ മെഡിക്കൽ ക്യാമ്പിന്റെ സെറ്റപ്പ് കണ്ടിട്ട് അവിടുത്തെ ഊര് മൂപ്പനും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പറഞ്ഞത് ഇതൊരു മിനി മെഡിക്കൽ കോളേജാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ്. കാരണം മൂന്നോ നാലോ യൂത്ത് ആളുകൾ ചേർന്നിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായില്ല. ബട്ട് ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൈൻഡ് സെറ്റോടു കൂടിയാണ് ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങുന്നത്. വഴി ബാക്കി നോക്കാം, ഇറങ്ങുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് എനിക്കുള്ളത്, എപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ലാസ്റ്റ് സൺഡേ നടന്നത് ഒരു മിനി മെഡിക്കൽ കോളേജ് കോവിൽമല എന്നുള്ള ട്രൈബൽ ഏരിയയിൽ നടത്തി അല്ലെങ്കിൽ നടന്നു എന്നുള്ളതാണ് അവിടെ വന്ന ആളുകൾ നമ്മളോട് പറഞ്ഞത്. അപ്പം അത്രയും എന്താണ്, ഒരു ഭഗവാന്റെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാമിയുടെ സപ്പോർട്ട് അൺഇമേഴ്സിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. 2020-21 കാലഘട്ടത്തിൽ നമുക്കറിയാം കോവിഡ് ടൈമാണ്. ഒരു സൺഡേ മാർച്ച് 22, 23, 22 ലോക്ക്ഡൗൺ വന്നു. നമുക്ക് എല്ലാവർക്കും ആ ഡേറ്റ്സ് ഒക്കെ ഓർമ്മയുണ്ട്. ആ മാർച്ച് ഫസ്റ്റ് വീക്കെൻഡ് ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പം 2-3 ആഴ്ചയോളം ഇങ്ങനെ ജോലിക്ക് വേണ്ടി തേടി അലഞ്ഞു. കോവിഡിന് തൊട്ട് മുന്നാണ്, കിട്ടിയില്ല. ആ ഒരു ലാസ്റ്റ് സൺഡേ, സെക്കൻഡ് സൺഡേയിൽ അന്ന് ഹരിച്ചേട്ടനായിരുന്നു സ്റ്റേറ്റ് യൂത്ത് കോർഡിനേറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ യൂത്ത് മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്വാമിയോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യാണ്. ഷൗട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പച്ച തെറിയാണ് വിളിക്കുന്നത് ഭഗവാന്റെ ഫോട്ടോ നോക്കി. എന്താണ് ഭഗവാന് വേണ്ടി 9ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. നിങ്ങൾ എന്താണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ പച്ച തെറി ഞാൻ ഭഗവാന്റെ ഫോട്ടോയിൽ നോക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ജോലിയില്ല, കോവിഡിന് തൊട്ട് മുന്നേ ആണെന്ന് ഓർക്കണം. അങ്ങനെ ആ സൺഡേ അങ്ങ് പോയി. മൺഡേ എനിക്ക് കോഴിക്കോട് നിന്നുള്ള ഒരു ഏട്ടൻ, അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എനിക്കൊരു റെഫറൻസ് നൽകി. അമേരിക്കൻ കമ്പനി, ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ആ മൺഡേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, ഞാൻ കേട്ടിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല, ഒരു ഇൻ്റർവ്യൂ പോലും ഷെഡ്യൂൾ ചെയ്യാതെ എനിക്കൊരു അമേരിക്കൻ കമ്പനിയിൽ എൻ്റെ ബയോഡാറ്റ പോലും വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എൻ്റെ നിന്ന് ആകെ വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി. ഈ രണ്ട് സാധനമാണ് എൻ്റെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ആ മൺഡേ, ഞാൻ സൺഡേ ആണ് സ്വാമി തെറി വിളിക്കുന്നത്. ആ മൺഡേ ഈവനിങ് എനിക്കൊരു US ബേസ്ഡ് കമ്പനിയിൽ നിന്ന് കോൾ വന്ന് എനിക്ക് അവിടെ ജോലി ശരിയാണ് ചെയ്തത്. ജസ്റ്റ് ഒരു അരമണിക്കൂർ കോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ കോളിന് ശേഷം എനിക്ക് ജോലി ശരിയായി, ഒറ്റ ദിവസം കൊണ്ട്. നമുക്കറിയാം ആ വീക്ക് ബുധനാഴ്ച വ്യാഴാഴ്ച തൊട്ടാണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോവിഡ് കാലഘട്ടം മുഴുവൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ വലിയൊരു കുടുംബമാണ്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട്, അച്ഛനും അമ്മയുണ്ട്, അനിയനുണ്ട്, ഭാര്യ, മക്കൻ, ഞങ്ങൾ 8-9 ആളുകളുണ്ട്. അപ്പം ഇത്രയും ആളുകളെ ആ കോവിഡ് ടൈമിൽ പരിപാലിക്കാൻ സാധിച്ചത് ആ ഒരു ജോലി കൊണ്ടാണ്. ചില സമയങ്ങളിൽ ആത്മാർത്ഥമായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ തെറിവിളികൾ പോലും ഭഗവാന്റെ കാതിൽ അതൊരു പ്രേമ മഴയായിട്ട് ചെല്ലുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ബീങ് എ യൂത്ത് കോർഡിനേറ്റർ, ഭഗവാന്റെ ഫോട്ടോ നോക്കി തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ അട്ടർ നോൺസെൻസ്. അത് വളരെ അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ആ ആത്മാർത്ഥത കൊണ്ടുള്ള ആ വഴക്ക്, അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ടുള്ള ആ ഒരു കാര്യം പോലും ഭഗവാന് തേന്മഴയായിട്ടാണ് കാതിൽ കേൾക്കുന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വളരെ, കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എൻ്റെ ബയോഡാറ്റ വാങ്ങിച്ചിട്ടില്ല, എന്നെ നേരിട്ട് അറിയത്തില്ല. അപ്പോൾ എനിക്ക് റെഫറൻസ് കിട്ടി, ഒരു ദിവസം കൊണ്ട് ഒരു റെഫറൻസ് കിട്ടി. അന്ന് രാത്രി കോൾ വരുന്നു, ഒറ്റ ദിവസം കൊണ്ട് ഒരു ജോലി ശരിയാകാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അതൊക്കെ സ്വാമിയുടെ മിറക്കിൾസ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേ കമ്പനിയിൽ ജോലി ചെയ്യവേ ഇതിനിടയ്ക്ക് ഒരു കാര്യം, മകനുണ്ടായ സമയം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതേ കമ്പനിയിൽ ജോലി ചെയ്യവേ മകൻ 1 വയസ്സാകാൻ പോകുന്ന സമയത്ത് 21 നമുക്കറിയാം കോവിഡ് ടൈമാണ്, പുറത്തിറങ്ങാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പം ഗീത ചേച്ചി ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ഭജൻസ് ഇപ്പോഴും സ്റ്റിൽ 5 വർഷമായിട്ട് നമ്മുടെ ഇടുക്കിയുടെ ഓൺലൈൻ ഭജൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സൺഡേസിലും നടക്കുകയാണ്. ഒരു ദിവസം പോലും നമ്മൾ ഈ അന്തർശൗചാലയം പോലെ തന്നെ ഒരു ദിവസം പോലും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. 5 വർഷമായിട്ട് ഓൺലൈൻ ഭജൻ നടക്കുകയാണ്. കോവിഡ് ടൈമിൽ തുടങ്ങിയാണ്. അപ്പം അതൊരു വ്യാഴാഴ്ചയായിരുന്നു. വേദം
കുറച്ച് എനിക്ക് അറിയുള്ളൂ. കുറച്ച് അറിയാവുന്ന വേദം മുക്കിയും മൂളിയും ആ ഓൺലൈൻ ഭജനിൽ ചൊല്ലുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ജോലി ആ സമയത്ത്. അപ്രതീക്ഷിതമായിട്ട് അന്ന് ഒരു മോഹനെ കൊണ്ട് കോവിഡ് ടൈമാണ്, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. അപ്പം രാവിലെ ഞാൻ ലോഗിൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ജോലി ചെയ്യാൻ പറ്റിയില്ല അന്നത്തെ ദിവസം. വ്യാഴാഴ്ചയാണ്, വൈകിട്ട് ഭജനുണ്ട്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. 5:30-6 മണിയായി. അപ്പം പുറത്തിറങ്ങാൻ പറ്റില്ല, റോഡിലിരിക്കാൻ പറ്റില്ല, ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ എന്താ പറയണ്ടേ, നമുക്ക് ഈ ഭജന്റെ മുന്നേ വേദം ചൊല്ലുകയും വേണം. അപ്പം ഞാൻ ചെയ്ത കാര്യം, ആ ഒരു ദിവസം ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ടോയ്ലറ്റ് അകത്ത് കയറി ഇരുന്നിട്ട് ഞാൻ 10-15 മിനിറ്റ് ഞാൻ അറിയാവുന്ന വേദം ഞാൻ ചൊല്ലി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഞാൻ പിറ്റേന്ന് രാവിലെ എൻ്റെ ലീവ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ മാനേജറെ വിളിക്കുകയാണ്. അപ്പം രാവിലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഞാൻ ഇന്നലെ ലീവായിരുന്നു. അപ്പോൾ അതെന്നോട് ചോദിച്ചു, നീ ഇന്നലെ ലീവ് അല്ലായിരുന്നു, കാരണം നിന്റെ വർക്കെല്ലാം കംപ്ലീറ്റഡ് ആണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ 2021 ജൂലൈയിൽ നടക്കുന്ന കാര്യമാണ്, ജൂൺ ടൈമിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ തലേ ദിവസത്തെ എൻ്റെ വർക്കിൻ്റെ ലോഗിൻ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ 8:30 മണിക്ക് ലോഗിൻ ചെയ്തിരുന്നു. അതിനുശേഷം 8:30 തൊട്ട് 5:30 മണി വരെ ഒരു സെക്കൻഡ് എന്ത് പറ്റിയ കേൾക്കാൻ പറ്റുന്നില്ല. പറഞ്ഞോളൂ സൈറാം. പോയെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ, കേൾക്കാം. വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല, പറഞ്ഞോളൂ. ഓഡിയോ ഓഫ് ആണ്, അതാണ്. ഓഡിയോ ഓൺ ചെയ്യൂ. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. മനസ്സിലായി. അതിന് വീഡിയോ ഓൺ ചെയ്യണ്ട. അപ്പം എൻ്റെ കംപ്ലീറ്റ് വർക്കുകളും തലേ ദിവസത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാൻ നോർമലി ചെയ്യുന്നതിലും വളരെ ഭംഗിയായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ വീട്ടിൽ ആർക്കും ഇത് യൂസ് ചെയ്യാൻ അറിയത്തില്ല, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ പോലും അറിയില്ല, ഈ പറയുന്ന വർക്കുകൾ ചെയ്യാൻ അറിയില്ല. ബട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും വിശ്വസിക്കണമെന്നോ ഒന്നും ഇല്ല. ബട്ട് വൺസ് നമ്മൾ ഭഗവാന്റെ കാര്യത്തിലേക്ക് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് നോക്കാതെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോക്കാനായിട്ട് ഭഗവാൻ ഉണ്ടെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഭഗവാന്റെ തിരുശരീരം വെടിഞ്ഞു കഴിഞ്ഞിട്ടും എനിക്കുണ്ടായിട്ടുള്ളത്. ആസ് ആൻ എത്തിയിസ്റ്റ് എനിക്ക് ഉണ്ടായ ഒരു അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഒരുപാട് മിസ്റ്റേക്സുകൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നുന്നത് അതൊക്കെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം എന്ന് തോന്നിയിട്ടുള്ള ആളാണ്. മിസ്റ്റേക്സ് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അത് റിപ്പീറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് പിന്നീട് സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ടെന്ന് എനിക്ക് എപ്പോഴും ഒരു ഉൾവിളിയായിട്ട് ഭഗവാൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത്രയും മോശമായിട്ടുള്ള ഒരു വ്യക്തിനെ ഈ ഒരു പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നത്? എന്തിനാണ് ഭഗവാന്റെ പ്രീച്ചിങ്സ് നടത്താൻ എന്നെ ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഭഗവാന്റെ സർവീസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ എന്നെ ഉപയോഗിക്കുന്നത്? അതിന്റെ ആൻസർ ആയിട്ട് എപ്പോഴും ഇപ്പൊ ഞാൻ ലോട്ട് ഇട്ട് നോക്കുമ്പോഴും സനാസാരഥി എടുക്കുമ്പോഴും ഭഗവാന്റെ റീൽസ്, എപ്പോഴും യൂട്യൂബിൽ റീൽസ് കാണാറുണ്ട്. അപ്പം റീൽസിൽ കാണുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫ്ലിഞ്ചിങ് ലവ് ആൻഡ് ഫെയ്ത്ത്. പുരുഷോത്തം സാർ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, അൺഫ്ലിഞ്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് ഭഗവാനിൽ വിശ്വസിക്കുക. ഒരു കണ്ടീഷൻസും വെക്കരുത്. ഇന്ന കാര്യം ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്തേക്കാം, അങ്ങനെ വെക്കരുത്. അൺകണ്ടീഷണൽ ആയിട്ട് ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ പുറമേ കാണുന്ന ക്വാളിറ്റീസിലല്ല, ക്വാണ്ടിറ്റീസിലും അല്ല കാര്യം, ഉള്ളിലുള്ള ക്വാളിറ്റീസിലാണ് കാര്യമെന്ന് സ്വാമി എന്നിലൂടെ എനിക്ക് തന്നെ പറഞ്ഞു തന്നിട്ട് പലപ്പോഴും. വളരെ യങ് ആയിട്ടുള്ള ഒരാളെ, ഈ ഒരു
ഓഡിയൻസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ യങ്ങായിട്ടുള്ള ഒരാളാണ്. അപ്പം നിങ്ങളുടെ അത്രയും എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. സോ സ്വാമി തന്നിരിക്കുന്ന ലിമിറ്റഡ് ചാൻസസ് എനിക്കെപ്പോഴും പേടിയാണ്. കാരണം നമ്മൾ ചെയ്തത് മതിയായിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ട്, കുറച്ച് സമയമുള്ളൂ, അതിനുള്ളിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കണം. ഭഗവാൻ തന്നിരിക്കുന്ന അവസരം എപ്പോഴാണ് തീരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്കുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ എന്നെ എപ്പോഴും എൻ്റെ അവസാന ശ്വാസം വരെ ഭഗവാൻ എന്നെ അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എപ്പോഴും ഉള്ളത്. നിങ്ങൾക്കും ആ ഒരു പ്രാർത്ഥന ഉണ്ടാവണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ഒരു ആശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ കൊച്ചു അനുഭവം ഞാനിവിടെ നിർത്തുകയാണ്. സൈറാം. സൈറാം. ജയകൃഷ്ണ. അഭൂതപൂർവമായ അനുഭവങ്ങളാണ് പറഞ്ഞത്. അത്ഭുതം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് സൈറാം. മോളെ ഭഗവാന്റെ ఏదో కొన్ని సబ్జెక్ట్స్ మాత్రమే ప్రవీణులై being experts in certain ఆ subjects, సబ్జెక్ట్ మాత్రమే ఉత్తీర్ణులై you are successful in certain subjects. దీనిని ఎవరికి ప్రబోధించడానికి వీలు కానటువంటి స్థితిలో, At a time when you are not able to teach తనకు anybody, తాను కూడా అనుభవించలేని దుస్థితిలో, in a poor condition when you cannot experience కేవలం yourself, పొట్ట మాత్రమే పోషించుకోగలుగుతున్నాడు. you simply carry out a living. ఇది స్వార్థము స్వార్థము స్వార్థము. This is selfishness and selfishness. ఏనాడు విద్యార్థిలో స్వార్థమును నిర్మూలము గావించరో ఆనాడే పరార్థమైనటువంటిది మీ హృదయంలో ప్రవేశించి విశాలమైనటువంటి దివ్య భావాన్ని జగత్తునకు చాటగలవు. The moment you kill this selfishness, then you will have vast feeling, broad feeling in this world. ఈనాడు విద్య ఒక్కటి మాత్రమే సర్వ రంగములు ఎందుకు రాణిస్తుంటుండాలి. Today it's only education that shines in all fields. నీవు డాక్టర్ కావాలన్నా విద్య అవసరమే. To become a doctor you need education. నీవు లాయర్ కావాలన్నా విద్య అవసరమే. To be a lawyer education is బిజినెస్ needed. మ్యాన్ కావాలన్నా విద్య అవసరమే. If you want to be a businessman, education needed. ఇంకా అనేక నీవు సైంటిస్ట్ కావాలన్నా విద్య అవసరమే. To be a scientist, education is needed. ఆర్టిస్ట్ కావాలన్నా నీవు విద్య అవసరమే. So also to become an artist. నృత్యం నేర్చుకోవాలన్నా విద్య అవసరమే. To learn the education. శాస్త్రంలో విద్య అవసరమే. Every time you need అన్ని education. రంగములు కూడా నువ్వు విద్య పైన ఆధారపడి ఉంటుంటాయి. All fields rest on education. కనుక విద్య మంచిది అయినప్పుడే అన్ని రంగములు కూడా మంచివి అవుతాయి. Therefore, when education is proper, all fields will be correspondingly proper. తెలుగులో చెప్పేటువంటి వారు కోడలు నలుపైతే కులమంతా నలుపే అని. That is what is said in Telugu, a proverb. If daughter-in-law is dark, the entire family will be dark. అదే విధంగానే మన విద్య డార్క్ అయిపోయినప్పుడు సమస్త రంగములు డార్క్ అయిపోయినాయి. Similarly, when the education is dark, all fields are dark. అనగా డార్క్ అంటే ఏమిటి? What do you mean by darkness? స్వార్థమే డార్క్. That selfishness is darkness. ఈ స్వార్థం కంటే మించినటువంటి యొక్క ఇది మరొకటి లేదు, అంధకారం. There is no other darkness much more than ఈనాడు విద్యా selfishness. విధానం లోపల Today in education, బ్రైట్ వైట్ ప్రకాశవంతులుగా మీరు నిరీక్షించాలి. you should lead the life of light and bright and white. అది మానవత్వానికి సరి అయినటువంటి ఆదర్శం. That is the true ideal of human society. ജയകൃഷ്ണ ഭജന പാടിക്കോളൂ. ഓക്കെ സാർ. ഹരിനാരായണ 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 സായിനാരായണ ഹരിനാരായണ സായിനാരായണ ഹരിനാരായണ 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 ജയ ഹരിനാരായണ നാരായണ ജയ സായി നാരായണ നാരായണ ഹരിനാരായണ 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 സായി നാരായണ ഹരിനാരായണ ഹരിനാരായണ ജയ ഹരിനാരായണ നാരായണ
ജയ സായി നാരായണ നാരായണ ഹരിനാരായണ ഹരിനാരായണ. സായിരാം. സായി ഉപമ. ഈ പുഷ്പം മനോഹരമാണ്. അത് ആകർഷകവും സുഗന്ധവുമായ സുഗന്ധം നൽകുന്നു. കണ്ണും മൂക്കും ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു. വിവേകിയായ മനുഷ്യൻ ഈ ഇന്ദ്രിയ ഗുണങ്ങൾ കൊണ്ട് തൃപ്തനാകുന്നില്ല. അയാൾ ബുദ്ധിയെ ആശ്രയിച്ച് എത്ര നാളത്തേക്ക്, എത്ര മാത്രം എന്ന് അന്വേഷിക്കുന്നു. രാത്രി വരെയോ നാളെ നേരം പുലരുന്നത് വരെയോ എന്ന ഉത്തരം അയാൾക്ക് ലഭിക്കുന്നു. അതിനാൽ ശരിയായ സൗന്ദര്യവും സുഗന്ധവും ഈശ്വരനിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഈ ലോകത്തിലെ സൃഷ്ടിജാലങ്ങളിൽ നിന്നോ ചലിക്കുകയും പരിവർത്തനം വരുന്നതുമായ വസ്തുക്കളിൽ നിന്നോ ഉണ്ടാവുകയും ലയിക്കുകയും ചെയ്യുന്നവയിൽ നിന്നോ പ്രത്യക്ഷമാകുന്നവയും അപ്രത്യക്ഷമാകുന്നവയും ചെയ്യുന്നതിൽ നിന്നോ ലഭിക്കുകയില്ല. ഇത് മനുഷ്യൻ 2 കുതിരകളുടെ പുറത്ത് സഞ്ചരിക്കുന്നത് പോലെയാണ് നടക്കുന്നത്. ലോകവും ഈശ്വരനും, പ്രാപഞ്ചികവും വ്യതിരിക്തവും, പരമവും ആപേക്ഷികവും, നിത്യവും കാലാധീനവും, യാഥാർത്ഥ്യവും പ്രത്യക്ഷവും, ഇങ്ങനെ 2 കാര്യങ്ങളിൽ അയാൾ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വീഴുമെന്ന് ഉറപ്പാണ്. ആത്മീയ സാധനയ്ക്കു മാത്രമേ മനുഷ്യന് ശരിയായ മാർഗം കാണിച്ചു തരുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ മതങ്ങളും എല്ലാ കാലത്തും ഏകനായ ഈശ്വരനിൽ തന്നെയാണ്, ഈശ്വരനിലേക്കുള്ള മാർഗത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. വിഷമയമായ ഈ ഭൗതിക ലോകത്തോട് അത്യധികം മമത പുലർത്തരുതെന്ന് ഓരോ മതവും നമ്മെ താക്കീത് ചെയ്യുന്നു. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ ബോലെ